ഇല്ല പറഞ്ഞില്ല. ഗ്യാങ് ഹൗസ് വന്ന് ഇന്നലെ വന്നാ ആ നമുക്കൊന്നും ഒന്ന് കാണണല്ലോ. ആണോ ഒന്ന് ഇപ്പൊ ഫ്രീ ആണോ? ഇപ്പൊ ഞാൻ അവന്മാരെല്ലാരും കൂടെ എത്തിയിട്ട് ഞാൻ വരാം അങ്ങട്. ആ എന്നാ വിളിച്ചാ മതി വരുന്നതിന് വേണ്ടിട്ട്. ആ വിളിക്കാം. എനിക്ക് നമ്പർ തന്നെ. നമ്പർ നമ്പർ ഇതായി പോയി. ഇന്നലെ നമ്മള് മറ്റേ ഇതായിട്ട് നല്ല ഫോമിൽ എന്താണ് കാരണം നല്ല ഫോമിലാണല്ലോ. എവിടാ പരിപാടി? ഇങ്ങനെയൊക്കെ എങ്ങ് പോണ് നമ്മള് ജീവിച്ചു പോട്ട്. ഗ്യാങ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച എടുത്തോളാം. അപ്പൊ വന്നില്ല ഇതുവരെ. വന്നില്ല. പിന്നെ എങ്ങോട്ടാണല്ലോ വിളിച്ചോണ്ട് കേട്ടിട്ട് നമ്മള് ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഇങ്ങനെ വരാച്ചിട്ടേ പഴയ ഗ്യാങ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വരാച്ചിട്ട് അങ്ങനെ വിളിച്ചാ. അയ്യോ നമ്മള് പഴയ ഗ്യാങ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ആഴ്ച വിളിക്കണ്ട് ഗ്യാങ് വിളിക്കണ്ട്. അപ്പൊ പുതിയ അല്ല അപ്പൊ ഈ ശനിയാഴ്ച ഇന്നലെയോ മിനിഞ്ഞാന്ന് വരും പറഞ്ഞില്ലായിരുന്നോ? ആര് പറഞ്ഞു? ആരൊക്കെയോ പറയണ്ടായിരുന്നു. കള്ളന്മാര് കൊറേ നുണയന്മാരുണ്ടെന്നേ ചുമ്മാ വരുന്നുണ്ടല്ലേ. ഞങ്ങള് അടുത്ത ആഴ്ച പ്ലാൻ ആക്കിയുള്ളത്. എടാ ഒരു കാര്യം പറയാ. ഹലോ ബ്രോ സിറ്റിയില് വലിയ കള്ളനല്ലേ? അത് ഈ ജുവലറി എങ്ങനെ അടിക്കുന്നെന്ന് പറഞ്ഞേ. എടാ ജ്വല്ലറി അടിക്കാന് ജ്വല്ലറി എനിക്കൊരു കോൾ വരുന്നുണ്ട്. എടാ ജ്വല്ലറി അടിക്കാന് ജ്വല്ലറി പോയിട്ട് അവിടെ പോയിട്ട് കണ്ണെടുത്തിട്ട് തോക്കുക. ഇല്ല ഇവിടെ അങ്ങനെ പറ്റൂല. വേറെ എങ്ങനെയാന്ന് ഇത് ചോദിച്ചപ്പോ പറഞ്ഞ KVയിലെ കാറിലോട്ട് ചോദിച്ചാൽ സിറ്റിയിലെ ഞാൻ ചോദിച്ചേ. എടാ ജ്വല്ലറി അടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. പോലീസിനെ വിളിച്ചു ചോദിച്ചാൽ പോരെ കാര്യം കഴിഞ്ഞില്ലേ? ഇത് പുറത്തിരിക്കേണ്ടി വരും. എടാ പോലീസൊക്കെ നമ്മയാള് DCP കേട്ടിട്ടുണ്ടോ? പോലീസിനെ വിളിക്കുന്നത് സർവീസ്. അല്ലെങ്കിൽ നമുക്ക് പോലീസ് ഞങ്ങൾ നേരെ PD പോയി ചോദിക്കാം. വരുന്നുണ്ടോ? അത് വേണോ? എടാ PD പോയി ചോദിച്ചാ അവര് പറഞ്ഞത് എങ്ങനെ ചെയ്യേണ്ടത്. അല്ലല്ലേ നമ്മൾ ചോദിച്ചു, പക്ഷെ എങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു സംഭവം പറഞ്ഞിരുന്നില്ലെന്നേ. അങ്ങനെ കറക്റ്റ് സംഭവം ഭരത് സാർ ഉണ്ടെങ്കിൽ ഭരത് സാറോട് ചോദിച്ചാൽ സാറ് പറഞ്ഞത്. സാറ് അമ്മയാണ് സർവീസസ് PD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. ഹലോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. സാർ കേൾക്കണ്ടോ? സാറേ ഇവിടെ കുറച്ച് എന്റെ കൂട്ടുകാരന്മാര് ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ച്. ബെറ്റ് സാറേ അവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അയ്യോ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. അവിടെ സൗണ്ട് സാർ അവിടെ കുറെ വേറെ കള്ളന്മാരുണ്ട്. സാറേ ബെറ്റ് വെച്ച് അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് PDയിൽ ഇപ്പോ കുറെ കള്ളന്മാരുണ്ടല്ലോ മറ്റേ ഈ ജ്വല്ലറി ഒക്കെ ചെയ്യുന്നത്. അല്ല PDയിലല്ല PDക്കെതിരെ PDക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറെ കള്ളന്മാര് ജ്വല്ലറി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ജ്വല്ലറി മോഷ്ടിക്കുന്ന കുറെ കള്ളന്മാരുണ്ട്. സത്യമാണോ സാർ? അറിയത്തില്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അല്ല അതല്ലേ അങ്ങനെ ഇപ്പൊ ജ്വല്ലറി കള്ളന്മാരൊക്കെ വരാറുണ്ട് അപ്പൊ? അറിയത്തില്ല സാർ, നമുക്ക് റീസെന്റ് ആയിട്ട് കോടതിയിലേക്ക് അങ്ങനത്തെ കേസ്. അല്ല അങ്ങനെ ജ്വല്ലറി കക്കുന്ന വല്ല നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വരാറുണ്ടോ? അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അങ്ങനത്തെ ഇൻഫർമേഷൻസ് കിട്ടില്ലല്ലോ. നമ്മള് കോടതി പറയുന്ന ആൾക്കാരല്ല സാറേ. സാറേ ഇതിപ്പോ കോടതിയല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ പണി അപ്പൊ? അല്ല ഇത് PD അല്ലേ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. നേരെ ജഡ്ജി വരെ എടുത്തോണ്ട് പോയി. ചെറുതായിട്ട് മാറിപ്പോയി. പോലീസ് മാറിപ്പോയി. ജസ്റ്റിസ് പറഞ്ഞപ്പോയി. PD അല്ലേ? സാറേ ഞാനും എന്റെ കൂട്ടുകാരും കൂടെ ബെറ്റ് വെച്ച്. സാറേ ബെറ്റിന് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് PD-യാണ്. PD-യിലാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്. സാറേ സംസാരിക്കുന്ന ആരാണ്? അലക്സാണ്ടർ ഷോ. Can I connect to your higher officer? ടോപ്പിലാണോ? ആണോ? ഓക്കെ. സാറേ ഇവിടെ എന്റെ കൂട്ടുകാരന്മാര് പറയുന്ന സിറ്റിയിൽ കുറെ മോഷണങ്ങൾ നടക്കുന്നുണ്ടത്. അതിൽ മെയിൻ മോഷണമാണ് ഈ റോബറി. അതായത് മറ്റേ ഏത് ജ്വല്ലറി റോബറി. അപ്പൊ ഈ ജ്വല്ലറി റോബറി ഇപ്പൊ സിറ്റിയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. PD അതിനെതിരെ ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്താണ് ആക്ഷൻ സാറേ? അപ്പൊ സാറ് പറഞ്ഞിരുന്ന അപ്പൊ PDയിൽ സിറ്റിയിൽ ഇപ്പൊ ജ്വല്ലറി റോബറി നടക്കുന്നുണ്ടോ? നടക്കുമ്പോ നമ്മള് അപ്പൊ തന്നെ പിടിക്കാറുണ്ട്. സാർ അങ്ങനെയാണോ? കള്ളന്മാരെ എല്ലാരും പിടിക്കണം.
പക്ഷെ ഇവരെ ഞങ്ങളപ്പോ എന്താ ചെയ്താൽ ഞങ്ങളിപ്പോ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാണ്. അതായത് ഈ കള്ളന്മാരെ പിടിക്കാൻ അല്ലെ അവർ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പബ്ലിക്കലി ഇതാക്കിയിട്ടേ, അതായത് അവർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററി പോലെ. അപ്പൊ അതിനെ കുറിച്ച് ബെറ്റ് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ചൊരു അടിപിടിയായി. ഞങ്ങൾ കൂട്ടുകാരന്മാർ തമ്മിലൊരു ബെറ്റ് വെച്ചപ്പോൾ. അപ്പൊ സാറിനൊരു ഹെൽപ്പ് വേണം, ഇവർ ചെയ്യുന്ന ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഇത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി നമുക്ക് അതിനെ ഇതാക്കാൻ വേണ്ടിയുള്ള കുറച്ച് മെത്തേഡ്സ് നമുക്ക് ഈ ജ്വല്ലറി ഇവർക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. നമുക്കൊരു പ്രൈവറ്റ് ഇതായിട്ട് ഇതെങ്ങനെയാണ് ഇവർ ചെയ്യുന്നതിന്റെ പ്രോസസ്സ് ഇതൊരു അവർക്ക് മൾട്ടിപ്പിൾ രീതിയൊക്കെ ഉണ്ട്. അവർ കുറച്ച് ഹൈടെക് സാധനമൊക്കെ വെച്ച് യൂസ് ചെയ്തോണ്ടിരിക്കും. ആ ഹൈടെക് സാധനങ്ങൾ ഏതൊക്കെ സാറേ? ഹൈടെക് സാധനങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഡ്രോൺ ഉണ്ട്. ആൻഡ് ഫ്രം വാട്ട് ഐ ഹാവ് ഹേർഡ് അവർക്ക് സ്ലീപ്പിംഗ് ഗ്യാസ് ഒക്കെ കിട്ടാറുണ്ട്. സ്ലീപ്പിംഗ് ഗ്യാസ് അങ്ങോട്ട് വരുമ്പോ ജ്വല്ലറിയുടെ ആൾക്കാർ ഉറക്കുക. ഓ, എന്നിട്ട് ഇവര് കുത്തി തുറക്കാൻ എന്തുകൊണ്ടാണ് ഈ കുത്തി തുറക്കുന്നത്? ലുക്സ് ലൈക്ക് കത്തി, ലുക്സ് ലൈക്ക് ഷെൽ കേസിംഗ്സ് ഒക്കെ കാണാറുണ്ട്. ഓ അല്ല അതല്ല, അപ്പൊ ഇവർക്ക് നിങ്ങൾക്ക് പീഡിക്കാർക്ക് എങ്ങനെയാണ് ഇപ്പൊ ഈ അലേർട്ട് വരുമല്ലോ ഇത് ഇവര് കുത്തി തുറക്കുമ്പോ? അത് എന്ത് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്താലും സാറേ? നമുക്ക് അലേർട്ട് കിട്ടുമ്പോ നമ്മുടെ വാതിലിന്റെ ഒരു ഇതുണ്ട്, വാതിലിന്റെ ഇതുണ്ട്, ലൈക്ക് അത് ലോക്ക് പൊട്ടിക്കുമ്പോഴാണ് നമുക്ക് അലേർട്ട് വരുന്നത്. സാറേ നമ്മളെ ഈ കള്ളന്മാരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കുമ്പോഴേ ഈ കള്ളന്മാര് ആദ്യം പോയിട്ട് ജ്വല്ലറി പോയിട്ട് എന്താ ചെയ്യേണ്ടത് ഈ അലേർട്ട്നെസ് വരണമെങ്കിൽ? പല ആൾക്കാർ പല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന അലേർട്ട് സംടൈംസ് when the locks are broken or when the cases are broken, it depends, you know. സാർ ഒരു എക്സാമ്പിൾ, അതായത് ഇപ്പോ ഹോസ്റ്റേജ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് വിചാരിച്ചോ, കള്ളന്മാര് ഹോസ്റ്റേജ് ഇല്ലാത്ത സിറ്റുവേഷനിൽ അവര് കോഡ് 99 ആയിരിക്കുമല്ലോ. when we don't see a hostage നമ്മൾ സാധാരണ നേരെ ബ്രീച്ച് ചെയ്യാറുണ്ട്. ബ്രീച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഹോസ്റ്റേജ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഈ റോബേഴ്സ് ആദ്യം തന്നെ ജ്വല്ലറി കയറിയിട്ട് അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അവർ എല്ലാ സാധനം എടുക്കാൻ നോക്കാറുണ്ട്. എങ്ങനെയാണ്? എനിക്കറിയില്ല, ഞാൻ ലോബറി അടിക്കാറില്ലല്ലോ. പോലീസല്ലേ സാറേ? നമ്മള് പ്രോസസ് അറിയാൻ ആവശ്യമില്ല, നമ്മള് ജസ്റ്റ് പിടിക്കാനല്ലേ പോകേണ്ടത്. We figure out after the fact. We'll give it to the investigative agencies. അവരാണ് ചെയ്തോണ്ടിരിക്കുന്നത്. നന്ദിയുണ്ട് സാറേ. സാറ് പറഞ്ഞില്ല. സാറിന് ബുദ്ധി അല്ല, അപ്പൊ കാറിലോ ഇതൊന്നും അടിച്ചിട്ടില്ലേ? ഞാൻ ഷോപ്പും ഇതൊക്കെ അടിക്കാറുള്ളൂ. ആണല്ലേ? പണ്ട് മറ്റേ ഷോപ്പിൽ പിടിക്കാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ അതൊന്നും ഇല്ല. പണ്ടെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ല. ഞാൻ പണ്ട് മറ്റേ ടാബ്ലറ്റ് റോബറി ഉള്ള സമയത്താണ്. അതെ, ടാബ്ലറ്റ് റോബറി ഉള്ളപ്പോഴായിരുന്നു ചെയ്തത്. പിന്നെ ഇപ്പൊ ചെയ്യാറില്ല സത്യം പറഞ്ഞ. പിടിച്ചൊന്നുമില്ല. 2 ദിവസം മറ്റേ ഷോപ്പ് ചെയ്തായിരുന്നു. പക്ഷേ ഈ ജ്വല്ലറി ഇതൊന്നും ഇപ്പൊ ചെയ്യാൻ പോയാലും ഇത് വർക്കാവില്ല. ജ്വല്ലറി ഒക്കെ എനിക്കൊന്ന് കുറച്ച് ദിവസം മുന്നൊക്കെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നതാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ടില്ല പിന്നെ. എടാ ജമാല്, ഈ ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റോബറി ഇതുണ്ടാ ജ്വല്ലറി? എല്ലാ കള്ളന്മാരാലും കൂടെ ചെയ്തിട്ടുണ്ട്. ജ്വല്ലറി എങ്ങനെയാ? ജ്വല്ലറി അതില് ഗ്യാസ് മാസ്ക് വേണം. സാറ് പറഞ്ഞ സാധനം തന്നെ അല്ലേ എന്റെ ഉറക്കത്തിന്? ഗ്യാസ് മാസ്ക് വേണം. പിന്നെ നല്ലൊരു പവറുള്ള വണ്ടി വേണം. അത് നമ്മളെ ബ്രോങ്കോ, ഇന്റെ ബ്രോങ്കോ ഉണ്ട്. ബാക്കി പിന്നെ ആടെ പോയിട്ട് സെറ്റ് ആക്കണം. 4 പേര് വേണം. ഗ്യാസ് മാസ്ക് മാത്രം മതിയോ? അല്ല, നമ്മളില്ല, നമ്മൾ ചോദിക്കും. നിങ്ങളത് കൊണ്ടാൻ പറ്റണം. പഞ്ചായത്ത് നടക്കാൻ പോവല്ല മോനെ. മന്തി ഉണ്ടാവും, മന്തി, നല്ല മട്ട മന്തി. ബാങ്കിലോ? സ്കൂളിൽ പോണം. എടാ നിങ്ങൾക്കൊന്നും മോഷ്ടിക്കാൻ പറ്റില്ല. മോഷ്ടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് കുണ്ടിക്ക് നല്ല അടി ഇട്ടു. കണ്ടാ പിച്ചും മാന്തും നുള്ളുങ്ങളെ. ഞാൻ ഈ ചാത്തപ്പന്റെ കുണ്ടിക്ക് ഇടിക്കാൻ പറയാം. ചാത്തപ്പനോ? അതാരാ? എന്റെ പേര് അത് മല്ലു പൊട്ടാറ്റോ ആണോ? കാണിയില്ല അവനെ. കണ്ടു. എടാ നിങ്ങളെ വെച്ചിട്ടൊന്നും ഇതേക്കാൻ പറ്റില്ല. എന്നെ പിടിച്ച് അകത്താക്കും.
ഇതൊരു അരയായിട്ട് കൂട്ടാം 1.5. എടാ എല്ലെങ്കിലേ പുറത്ത് പ്രശ്നങ്ങളാണ് കുട്ടികളെ ഇത് വെച്ചിട്ട്. ഞാൻ ചില കുട്ടികളെ പിടുത്തക്കാരനാണ്, കുട്ടികളെ വടക്കാക്കിന്ന് പറഞ്ഞിട്ട് വരും. ഇല്ല ആരും അറിയത്തില്ല ചേട്ടാ. പാത്തിരുന്നോന്ന് നിങ്ങൾ വേണ്ട, നിങ്ങൾ ഇവിടെ മറ്റേ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ പോയിട്ട് പഠിച്ചാൽ മതി. വേണ്ട എടാ പോടാ, വേണ്ട ക്വാളിറ്റിയാ. നമുക്ക് നിങ്ങളെ കൊണ്ടൊന്നും റോബർ ചെയ്യാൻ പറ്റില്ല. പറ്റും. ഇറ്റ്സ് അഗെയിൻസ്റ്റ് മൈ എത്തിക്സ്. എടാ റോബറിയുടെ സ്പെല്ലിംഗ് പറഞ്ഞേ. ആറയ്യോ? ആ അതന്നെ. എടാ ബോബറിയോ? ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട്. എടാ പറഞ്ഞല്ലേ നമുക്ക് ജ്വല്ലറി അടിക്കണം. ജ്വല്ലറി എങ്ങനെ അടിച്ചിട്ടുള്ളത് കണ്ടില്ല. പക്ഷെ ഞാൻ ഭരത് സാർ ഉണ്ടെങ്കിൽ പോയി ചോദിച്ചാൽ സാധനം മണി പോലെ പറഞ്ഞത് അല്ലേ. തക്കാളി ബീജ് സാറിനായത് ഇവർക്കൊന്നും ഒരു തക്കാളി ബീജും ഇല്ല, തക്കാളി ബീജും ഇല്ല. വീടിനെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞില്ല. ഭരത്തിനെ വിളിക്കാം. ഭരത് സാർ ഇല്ല വിളിക്കാനായിട്ട്.